നമസ്കാരം, എൻ്റെ പേര് ആദർശ്. വെൽക്കം ടു മൈ ന്യൂമറോളജി ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബർത്ത് നമ്പർ ഏഴിനെ കുറിച്ചാണ്. അതായത് മാസത്തിൽ 7-ാം തീയതി ജനിച്ചവർ, 16-ാം തീയതി ജനിച്ചവർ, 25-ാം തീയതി ജനിച്ചവർ, ഇവരെല്ലാം വരുന്നത് ബർത്ത് നമ്പർ 7 ആണ്. ബർത്ത് നമ്പർ 7 ഷാഡോയി പ്ലാനറ്റായ കേതുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ന്യൂമറോളജി പ്രകാരം. അതായത് തല ഉണ്ടാവില്ല, ഉടൽ മാത്രമുള്ളൊരു ഷാഡോയി നിഴൽ ഗ്രഹമായിട്ടാണ് കേതുവിനെ കണക്കാക്കുന്നത്. നമ്പർ 7 ജനിച്ച വ്യക്തിത്വങ്ങൾ, ഇവരുടെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഇവർ കൂടുതലും ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്ക് ഏകാന്തമായിട്ടിരുന്ന് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇവർ കൂടുതലും. ഇവർ ഭയങ്കരമായിട്ട് ചിന്തയും സാധാരണക്കാര് ചിന്തിക്കാത്ത പോലെ ഭയങ്കര ചിന്തയും ഏകാന്തമായിട്ടിരുന്ന് സോളിറ്റ്യൂഡിലിരുന്ന് ഇവർക്ക് ചിന്തിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സണാലിറ്റിയാണ്. ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് തന്നെ. ഇവർ ഒക്കൾട്ട് സയൻസ് റീസെർച്ച് ഗവേഷണം നടത്താനും അങ്ങനെ അവരുടെ ശ്രദ്ധ ഫുള്ളും ഉള്ളിലോട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പം അവർ ബാഹ്യമായ ലോകത്തെക്കാളും ഉള്ളിൽ ആന്തരികമായ ലോകം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പം ഈ കറക്റ്റ് പറഞ്ഞ ഒരു സന്യാസിയെ പോലെ ഒരു ഉള്ളിലുള്ള മോക്ഷം, ഇവരുടെ ചിന്ത കൂടുതലും മോക്ഷം, ആ ഒരു ലെവലിലായിരിക്കും. ഇവർ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ഈ ബർത്ത് നമ്പർ 7. ഭയങ്കര പവർഫുൾ ആണ്, സ്പിരിച്വൽ ആൾക്കാരാണ് ഇവർ. ഈ ബർത്ത് നമ്പർ 7 ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്കും ബർത്ത് നമ്പർ 5 പോലെ തന്നെ മറ്റുള്ളവരായിട്ട് വേറെ പേഴ്സണാലിറ്റികളായിട്ട് ശത്രുത ഇല്ലാത്തൊരു വ്യക്തിത്വമാണ് ബർത്ത് നമ്പർ 7. അപ്പം ഇവരും എല്ലാവരുമായിട്ടും സിങ്കായി പോകുന്നൊരു വ്യക്തിത്വമാണ്. നമ്പർ 7 പ്രണയത്തിലോട്ട് വരുമ്പോൾ ഇവർ ഒന്നുകിൽ ഇവർക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് ഈ ബർത്ത് നമ്പർ 7. അല്ലെങ്കിൽ ഇവർ തികച്ച ഒരു സന്യാസിയെ പോലെ ബാക്കിയുള്ളവരുമായിട്ട് ഒരു ഏകാന്തത്തിൽ ഉൾവലിഞ്ഞ് താമസിക്കാൻ, മാറി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. മാരിറ്റൽ ലൈഫ് സക്സസ്ഫുൾ ആവാൻ കുറച്ചുകൂടെ എഫേർട്ടൊക്കെ ഇടേണ്ടി വരുന്ന അവസ്ഥയാണ് കൂടുതലും ഉണ്ടാവുന്നത്. ബർത്ത് നമ്പർ 7 ആയതുകൊണ്ട് തന്നെ ഇവർ സ്പിരിച്വാലിറ്റിയിലോട്ട് തിരിയാൻ ചാൻസസ് കൂടുതലാണ്. ഫിനാൻസിൽ വരുമ്പോൾ ബർത്ത് നമ്പർ 7 പൊതുവേ മറ്റുള്ള ആൾക്കാരായി സാമ്പത്തികമായിട്ടൊക്കെ പറ്റിക്കപ്പെടാൻ ചാൻസ് കൂടുതലായിട്ടുള്ളൊരു നമ്പറാണ് ബർത്ത് നമ്പർ 7. ഇപ്പോൾ ഫൈനാൻസ് ഒക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ള ആൾക്കാർക്ക് പണം കടം കൊടുക്കുമ്പോഴും കടം മേടിക്കുമ്പോഴും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കൂടുതലും ഇവർ പൈസയുടെ പേരിൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ബർത്ത് നമ്പർ 7 ജനിച്ച പേഴ്സണാലിറ്റി. ബർത്ത് നമ്പർ 7 ജനിച്ചവർ കൂടുതലും അറിവ് ശേഖരിക്കാനും ഇവർ ഭയങ്കര ജ്ഞാനമുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. അതായത് വിസ്ഡം നിറഞ്ഞ ആളുകളായിരിക്കും ഈ ബർത്ത് നമ്പർ 7 ജനിച്ചവർ. വിസ്ഡം, സ്പിരിച്വാലിറ്റി, ഇൻട്രോസ്പെക്ഷൻ ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ബർത്ത് നമ്പർ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിത്വമാണ് ബർത്ത് നമ്പർ 7. പ്രാക്ടിക്കൽ നോളജ് ഒരാളുടെ നിന്ന് നമുക്ക് ലഭിച്ചാലും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ഒരു കഴിവ്, അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവ്, അതാണ് വിസ്ഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒരു വിസ്ഡം കൂടുതലുള്ള ആൾക്കാരാണ് ബർത്ത് നമ്പർ 7 ജനിച്ച പേഴ്സണാലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട്, അതായത് ബർത്ത് നമ്പർ 8 കുറിച്ച് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. കാത്തിരുന്ന് കാണും. നമസ്കാരം.